അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതാക്കണേ രാവിലെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഉപ്പുമാവ് കേട്ടോ. അതായത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ പരിപാടി കൂടെ ഉണ്ടാക്കണേ ഉപ്പുമാവ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഇത് നല്ലോണം വറുക്കുക. തീ ഇവിടെ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. ഇത് നല്ലോണം ചുമന്ന് നല്ല കട്ട ചുമക്കണ്ട, ഒരു അത്യാവശ്യത്തിന് ഇങ്ങോട്ട് വറുത്ത് കുറച്ച് തന്നെ ഇതിൽ ഒരു ഓയില് ചേർത്തിന് കേട്ടോ. അതാണ് ഇത് ഇങ്ങനെ അതില്. അപ്പൊ ഞാൻ വറുത്തെടുക്കട്ടെ. ഇതാക്കണേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാ കേട്ടോ. ഒരു ഗ്ലാസ് പാലും ഉണ്ട്, ഒപ്പം ഇങ്ങനെ കുടിക്കാണ്. എന്താ കടി ഇത് ഉണ്ടാക്കുന്നുണ്ട്, ചായയും ഇത് പാലും കുടിക്കുകയാണ്. കണ്ടോ ഇത് ഇങ്ങനെ പുക ഇങ്ങനെതാ ചൂടായിട്ടത് നല്ലോണം അത്യാവശ്യം നല്ലോണം ഇങ്ങോട്ട് ചൂടായി ഇങ്ങോട്ട് വരട്ടെ. അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം വറുത്തിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഞാൻ ഫസ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കിന് കേട്ടോ. എനിക്കറിയില്ല ഉപ്പുമാവ് ഉണ്ടാക്കണം. കല്യാണം കഴിഞ്ഞോണ്ടൊന്നും ഉപ്പുമാവൊന്നും നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഇത് വറക്കൊന്നുമില്ല. ഞാൻ കുറേ വെള്ളം വെച്ചിട്ട് വെച്ചു. കടുക് ഇട്ടോന്നും എനിക്കറിയില്ല, വെളിച്ചെണ്ണ ഒഴിച്ചോന്നൊന്നും അറിയില്ല. ആ വെള്ളത്തൊക്കെ ഒന്നായിട്ട് ഇതറ് കൊണ്ടുപോയിട്ടു. വറക്കുക ഒന്നും ചെയ്യാതെ എന്നിട്ട് പായസം പോലെ അങ്ങനെയായിരുന്നു. അപ്പം ഇപ്പം പഠിച്ചു കേട്ടോ. ഇനിയിപ്പോൾ എടുക്ക് പഠിക്കാല്ലേ. നല്ലോണം വറുത്തിട്ട് ഇതാക്കാൻ ഉണ്ടാക്കണേ. ഇങ്ങനെ വറുത്ത് കണ്ടോ. അതാ ഇപ്പൊ നല്ല ആവി ഇങ്ങനെ മോൾക്ക് പൊന്തും. നമ്മൾ വറുക്കുന്ന സമയത്ത് നല്ല ആവി പൊന്തുന്ന സമയത്ത് നമ്മളിങ്ങനെ വറുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. കൈ ബിസ്ക്കറ്റോ. അപ്പൊ ഇനി ഈ ടൈം ആകുമ്പോ നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ. ഇതാക്കി ഈ ഒരു കളറിൽ കണ്ടോ. ഈ ഒരു കളറിൽ കരിക്കരുത് കേട്ടോ. കരിഞ്ഞാൽ പിന്നെ ആ ടേസ്റ്റ് പോകും. പിന്നെ മൺചട്ടിയിലാണ് ഉണ്ടാക്കണത്. ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടോ. അപ്പോൾ എന്ത് സംഭവം എന്നറിയോ? ചട്ടി ചൂടായോ? ചട്ടിയിൽ ആവി ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. ചട്ടി നല്ലോണം ചൂടാവട്ടെ. അപ്പോൾ എന്താ കറി ലീഫ് വേണ്ടിയിരുന്നു. കറി ലീഫ് പുറത്തുണ്ട്. അവിടുന്ന് എടുക്കാൻ പോകണമെങ്കിൽ ഇവിടെ ഇതാക്കണ പന്നിയോ ആരൊക്കെ പന്നി, അതേമാതിരി പുലി ഉണ്ട്, പന്നി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് നിൽക്കുകയാണ്. അപ്പൊ പുറത്തേക്ക് പോവാൻ എനിക്ക് പേടിയാണ്. കറി ലീഫ് എടുക്കണമെങ്കിൽ പുറത്ത് പോകണം. പേടിയല്ല, ഭയം. അപ്പൊ കറി ലീഫ് ഇടാതെയാണ് ഇന്നത്തെ എൻ്റെ സിമ്പിൾ ഉപ്പുമാവ്. നമ്മളെ കടുക് കേട്ടോ ഇടണേ. കടുക് വെച്ചിട്ട് പിന്നെ ഉഴുന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പിടാ, കടുക് ഇടാ. ഇപ്പൊ നമ്മളവിടെ അവൈലബിള് കടുകാണുള്ളത്. ഉഴുന്നുണ്ട്, പക്ഷെ അത് ഇപ്പൊ ഇടുന്നില്ല കേട്ടോ. ഇനി ഇതിക്ക് മഞ്ഞപ്പൊടി ഒന്നും ആഡ് ചെയ്യണില്ല. കറി ലീഫ് ഇടേണ്ടി വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യുമ്പോ നല്ലോണം ശ്രദ്ധിക്കട്ടോ. മേലക്ക് ഇട്ട് പൊന്തും അത്. തീ കൊണ്ട് പൊന്തും വെള്ളം ആഡ് ചെയ്യും. അതായത് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ എന്താ പറയുക, 2 ദിവസമായി ഇന്നലെ ഒന്നും ഒരു ഉറക്കും ഒന്നും രാത്രി ഉറങ്ങിയിട്ട് ഉറക്ക് ശരിയാണില്ല. എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉറക്കിലൊക്കെ. അതിലേക്ക് നമുക്ക് സാൾട്ട് ആഡ് ചെയ്യാം. ഇതിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് എങ്ങനെയാണ് ഇത് ഡ്രൈ ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറക്കണം. അല്ല കുറച്ചൊരു കട്ട കുത്തിക്കാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യത്തിന് വേണം കേട്ടോ. അപ്പൊ ഇതിക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നല്ലോണം വെട്ടി തിളക്കണുണ്ട് കേട്ടോ. നല്ലോണം അടിപൊളിയായിട്ട് വെട്ടി തിളക്കണുണ്ട്. ചൂടറിയോ ഇത്? ഇനി നമുക്ക് എന്താ അറിയോ, ഉപ്പുമാവ് ഇതിക്ക് ഇട. ഇനി ഇതെങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കും. അപ്പൊ ഇനി നല്ലോണം ഇങ്ങനെ ഇളക്കി അടിയിൽ വേവാ. അതാട്ടങ്ങള്
തിളച്ച് തുളുമ്പുന്നുണ്ടല്ലേ വെള്ളം നമ്മൾ നല്ലോണം കുറച്ച് ആഡ് ചെയ്ത്. അപ്പൊ എനിക്ക് ആ കട്ട കുത്തിങ്ങാണ്ട് ഇങ്ങനെ കിട്ടൂലേ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പൊ നമുക്ക് ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ കറിക്കോ എനിക്ക് മീൻ കറി ചിക്കൻ കറി അതിക്കൊക്കെ ഞാൻ എടുക്കുന്നത്. ഇതിലതേപോലെ മഞ്ഞൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതേമാതിരി മുളക് ഇട്ടിട്ടില്ല, വെറും കടുകിൽ മാത്രം, കടുകും ഉപ്പും മാത്രം, ഓയിലും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെന്താക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചിക്കൻ കറി, ബീഫ് ഉണ്ടെങ്കിൽ ബീഫ്. രാവിലെ ബീഫ് ഒക്കെ നമ്മൾ കഴിക്കാതിരിക്കട്ടോ നല്ലത്. നല്ല മത്തിമീൻ ഉണ്ടെങ്കിൽ കഴിക്കാട്ടോ, മത്തിക്കറി മത്തിമീനൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം, നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്. മത്തിയൊക്കെ നല്ല എനർജി തരും. ഇപ്പത്തേനും മത്തിക്കൊന്നും ആ പണ്ടത്തെ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതാ അവിടെ ചോറൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ അതേപോലെ നാട്ടില് പയറുപ്പേരി ഇങ്ങനെ റെഡിയാക്കി നമ്മളൊക്കെ കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പയറുപ്പേരി കുറച്ച് പയറുപ്പേരി റെഡിയാക്കി. പിന്നെ നാട്ടിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാ കേട്ടോ. ഒരു 3 കഷ്ണം ചെയ്യണുള്ളൂ എന്ന് പറയും. ലഞ്ചിക്ക് മോക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.